പ്രണാമം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രാണദർശൻ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ കോട്ടയം സെന്ററിലെ ഡോക്ടർ ഗായത്രി രാജീവാണ്. അപ്പോൾ ഡോക്ടർ ഗായത്രി രാജീവ് വളരെ അധികം വർഷമായിട്ട് ആയുർവേദത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. നമുക്ക് ഡോക്ടറിനോട് കുറേ ആയുർവേദത്തിൽ ഈ കാലഘട്ടത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കാം. നമസ്കാരം ഡോക്ടറെ. ഇപ്പോൾ ആയുർവേദത്തിൽ നമ്മളിവിടെ ചെയ്തിട്ട് ഒരുപാട് വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഡോക്ടറിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആയുർവേദത്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഈ ചികിത്സയിലുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? ആയുർവേദത്തില് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ആയുർവേദം പ്രധാനമായിട്ടും നമ്മുടെ വാതരോഗങ്ങൾക്കാണല്ലോ മെയിൻലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാരണം ആയുർവേദത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ടിൽ നിന്നും ട്രീറ്റ്മെന്റ് കൊടുക്കും. അതായിരിക്കും. ഇപ്പൊ അലോപ്പതിയിൽ ട്രീറ്റ്മെന്റ് ഇല്ല എന്നല്ല, അതിനകത്ത് കൂടുതലൊരു സപ്രഷൻ ആണല്ലോ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് അതുകൊണ്ടാണ് അതിനകത്തു നിന്നൊരു റിലീഫ് കിട്ടുന്നത്. ആയുർവേദ ട്രീറ്റ്മെന്റുകൾക്ക് ഇപ്പം ട്രീറ്റ്മെന്റ് കൂടെ ചെയ്യുവാണ്, മെഡിസിൻ ഇന്റേണലി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് റിലീഫ് കിട്ടും. പക്ഷെ മെഡിസിൻ മാത്രമായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമസം ഉണ്ടാകും. അതെന്താ താമസം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഉള്ളിൽ നിന്നുള്ള ആ ദോഷങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം ഇളക്കി പൂർണ്ണമായിട്ടും ഒരു ശമനം അതിനകത്തുനിന്ന് കിട്ടുക എന്നുള്ളതാണ്. അതാണ് ആയുർവേദവും മറ്റ് സിസ്റ്റവും തമ്മിൽ വ്യത്യാസം. അതാണ് വെച്ചാൽ അതുകൊണ്ടാണ് ഇപ്പം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ക്ഷമയില്ലാതെ ഇപ്പൊ വന്ന് നാളെ അസുഖം മാറണം, ഇപ്പൊ അസുഖം മാറണമെന്ന് പറയുന്നവർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിനോട് മനസ്സിലാക്കുകയും ഇത് ഇങ്ങനെയാണ്, ഇത് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടും റിലീഫ് കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കുവാണെങ്കിൽ അത് വളരെ ഫലപ്രദമാണ്. പിന്നെ ശരീരത്തിലെ റെജുവിനേറ്റ് ചെയ്യുകയാണ്. നമ്മളൊരു ഹാമായിട്ട് അവിടെ ഒന്നും വെക്കുന്നില്ല. അതിനകത്തുള്ള ദോഷങ്ങളെല്ലാം എന്ന് വെച്ചാൽ എന്താണോ പ്രശ്നം അത് മാറ്റി ശരീരത്തിന് ഒരു ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ. വേറൊരു അസുഖം അവിടെ നമ്മൾ അഡീഷണലി കൊടുക്കുന്നില്ല. ഈ രോഗം മാറുന്നതിനൊപ്പം വേറൊരു അസുഖം നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നില്ല. നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായും ആരോഗ്യം വെച്ചാൽ ആ റൂട്ട് കോസ് എന്താണ് രോഗത്തിന് കാരണം, ആ മൂല കാരണം തന്നെ മാറ്റി പൂർണ്ണമായിട്ടും അവരെ നമ്മൾ ആരോഗ്യവാനോ അല്ല ആരോഗ്യവതിയോ ആക്കുക എന്നുള്ളതാണ് ആയുർവേദം. അതുകൊണ്ടാണ് ഇച്ചിരി ഒരു കാലതാമസമൊക്കെ വരുന്നതും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ സപ്രസ് ചെയ്യുവല്ല ചെയ്യുന്നത്, അസുഖത്തെ സപ്രസ് ചെയ്യുവല്ല ചെയ്യുന്നത്, അതിനെ പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ രോഗം ഒരിക്കൽ മാറിക്കഴിഞ്ഞാല് ആയുർവേദത്തിലൂടെ മാറിക്കഴിഞ്ഞാല് പിന്നീട് വരാനുള്ള സാധ്യത അത് എല്ലാ രോഗങ്ങൾക്കും അല്ല. ചില രോഗങ്ങളുണ്ട് നമുക്ക് ആയുർവേദത്തിലാണെങ്കിൽ പോലും കൺട്രോൾ ചെയ്ത് വെക്കുന്ന. ഇപ്പം പ്രമേഹം എന്നൊക്കെ പറയുന്ന രോഗമുണ്ടല്ലോ. പ്രമേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടൊന്നും ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കും. പിന്നെ അതിൻ്റെ ഉള്ള പഥ്യങ്ങൾ അവർ ഭക്ഷണത്തിലാണെങ്കിലും ചികിത്സയിലാണെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ രൂക്ഷമാകാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് അതിനകത്തെ അലോപ്പതിയുടെ സിസ്റ്റം. അങ്ങനെയല്ല, അലോപ്പതി എന്ന് മാത്രമല്ല, ഓരോ സിസ്റ്റത്തിനും ഓരോ രീതിയാണല്ലോ. ഇപ്പൊ ആയുർവേദത്തിന് ഒരു രീതി, ഹോമിയോയ്ക്ക് ഒരു രീതി, അലോപ്പതിക്ക് നമ്മൾ വേറെ നമ്മുടെ സിസ്റ്റത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ഒരു ഉണർവ് നൽകുക. ചില ആൾക്കാർക്ക് അസുഖം നിമിത്തം മാനസികമായി പോലും അവർക്കൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാരണം ഈ രോഗാവസ്ഥ കൊണ്ടാണ് അവർക്ക് ശരീരത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ മാനസികമായിട്ട് പോലും അവർ ഭയങ്കര വിഷമിച്ചിട്ടായിരിക്കും. ഈ അസുഖം അങ്ങ് മാറി കഴിയുമ്പോൾ തന്നെ അവർ എല്ലാ രീതിയിലും ശാരീരികമായും മാനസികമായിട്ടും ഒരു ഉന്മേഷവാനും ഒക്കെ ആകും. അപ്പൊ ആയുർവേദത്തിലെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ അസുഖത്തിനാണ് ഏറ്റവും നന്നായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഫലപ്രദമാകും? എല്ലാ അസുഖത്തിനും ആയുർവേദത്തിൽ സത്യത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ എമർജൻസി കണ്ടീഷനുകളിലൊന്നും ചിലപ്പോൾ നമുക്ക് ആയുർവേദം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഇമ്മീഡിയറ്റ് നമുക്ക് അലോപ്പതി കെയർ തന്നെ വേണം. അല്ലാതെ അങ്ങനെ നോക്കുവാണെങ്കിൽ എല്ലാ അസുഖത്തിനും ഒരു പരിധിവരെ ഈ എമർജൻസി വേണ്ടതിനൊക്കെ ഒന്ന് പെട്ടെന്ന് വേണ്ട ചികിത്സ വേണമല്ലോ. ഇപ്പൊ കാർഡിയാക് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആയുർവേദം തന്നെ നോക്കിയിരുന്ന അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പെട്ടെന്ന് എന്താണ് അവർക്ക് എമർജൻസി കെയർ കൊടുത്ത് അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ ആയുർവേദം പറ്റും. പിന്നെ പ്രധാനമായിട്ട് ഈ വാതകമായിട്ടുള്ള വേദനകൾ, ഒരു റുമറ്റോയ്ഡ് കണ്ടീഷനുകൾക്ക് എറണാകുളത്തെ എൻ്റെ ഒരു പരിചയത്തിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് തന്നെയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ആയുർവേദത്തിലെ ഈ കിഴി, ധാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതില് കിഴി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ കിഴി എന്ന് പറയുന്ന ഒത്തിരി തരം കിഴിയുണ്ട്. അപ്പം ആ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയാൻ പറ്റുന്നത്. ഇപ്പം ഒരസുഖത്തിന് ഇപ്പം ചില മെഡിസിൻ ഇല്ലേ അലോപ്പതിയിൽ, ഇപ്പം നമ്മൾ പാരസെറ്റമോള് പനിക്ക് എന്നുള്ള ഒരു രീതിയില്ലേ, അങ്ങനെയല്ല ആയുർവേദത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത്. ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊരു മരുന്ന് കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ആയുർവേദത്തിലെ പ്രധാനമായിട്ടും ചില ദോഷദൂഷ്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതിന്റെ വിശേഷം എങ്ങനെയാണെന്നുള്ളതിന് ഇപ്പം എന്റെ യുക്തിയുണ്ട് അതിനകത്ത്. ഞങ്ങളുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവുണ്ട് ഞങ്ങൾക്ക്, ഇത് ഇന്നതിന് ഇന്ന രീതിയിലെന്നുള്ളത്. പക്ഷെ അതിൻ്റെ കൂടെ
നമ്മുടെ യുക്തിയും കൂടെ സംയോജിക്കണം, എന്നാലേ കറക്റ്റ് ട്രീറ്റ്മെന്റ് വരത്തുള്ളൂ. അത് ഓരോ ഒരു ഫിസിഷ്യന്റെ കഴിവ് പോലെയാണ്. കഴിവ്, കാരണം നമുക്ക് അറിവ് ബേസിക്കലി തന്നു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചികിത്സ ചെയ്യേണ്ടതെന്നുള്ള അറിവ് നമ്മൾ പഠിക്കുമ്പോഴും നമ്മുടെ ആചാര്യന്മാർ തന്നു വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എവിടെ അത് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കഴിവാണ്. അതുകൊണ്ടാണ് ഒരേ തരം ട്രീറ്റ്മെന്റ് ചെയ്താലും പല രീതി വരുന്നതും. പിന്നെ ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി ഒരു പരിധി വരെ വേറെ ഡോക്ടർ പോകുമ്പോൾ വേറെ രീതിയായിരിക്കും, അവരുടെ യുക്തി വേറെ ആയിരിക്കും, എന്റെ യുക്തി വേറെ ആയിരിക്കും. അതാണ് അതിനകത്തുള്ള വ്യത്യാസം. ഞാൻ അവിടെ നോക്കും, ഒരു രോഗി എന്റെ അടുത്ത് വരുമ്പോൾ ഇതിനകത്ത് ഏത് ദൂഷ്യങ്ങൾ എങ്ങനെയാണ്, ഇപ്പൊ അവർക്ക് എങ്ങനെയാണ് നോക്കേണ്ടത്. ഇപ്പൊ അല്ലാതെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ നമുക്കൊന്നും ഇന്ന അസുഖത്തിന് ഇന്ന ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ യുക്തി, നമ്മുടെ യുക്തി അവിടെ നമ്മൾ ഉപയോഗിക്കണം. അതാണ് അതിനകത്തുള്ള കാര്യം. ഡോക്ടറിന് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് ആയുർവേദത്തിൽ ഉപയോഗിച്ചിട്ട് സക്സസ് ആയിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ്? കൂടുതലും വാദത്തിന്റെ, കൂടുതലും നീർക്കെട്ടൊക്കെ ആയിരിക്കും. കൂടുതൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ആണോ എന്ന് അറിയത്തില്ല. കൂടുതലും ആൾക്കാർക്ക് ഈ നീർക്കെട്ടും ഒക്കെ സ്പോണ്ടിലോസിസ് ഒക്കെ ആയിട്ട് അതിന്റെ കൂടെ കൂടുതൽ നീരൊക്കെ ആയിരിക്കും. ആദ്യം നമ്മൾ ആ നീര് പറയുന്ന തരത്തിലുള്ള കിഴികളോ ധാരയോ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ സ്പോണ്ടിലോസിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് നറിഷ്മെന്റ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അപ്പം ആ ഇൻഫ്ലമേഷൻ ഫസ്റ്റ് കുറച്ചിട്ട് നറിഷ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ തണുപ്പ് പ്രകൃതമായിട്ട് നിൽക്കുകയാണല്ലോ. ഇപ്പൊ ഈ കാലഘട്ടത്തില് ഇപ്പൊ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നല്ല മഴയുണ്ട്, കേരളത്തിന്റെ കാലാവസ്ഥയിൽ നല്ല തണുപ്പാണ്, പിന്നെ കർക്കിടക ചികിത്സ എന്നുള്ളതുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ കാലഘട്ടത്തില് ഈ കൂടുതൽ പേരും ആയുർവേദത്തിലോട്ട് ശരീരത്തിന് സുഖത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ട്രീറ്റ്മെന്റ് ആയിരിക്കും അവർക്ക് പൊതുവേ നല്ലത്? പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, ഈ കാലഘട്ടം, അതായത് മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദത്തിന്റെ ഒരു അസുഖങ്ങൾക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ള സമയമാണ്. ഇപ്പം ശരീരത്തില് നമുക്ക് പ്രകൃതിയുണ്ട്, വാദപിത്ത കഫം അങ്ങനെ പ്രകൃതിയുണ്ട്. അപ്പൊ വാദപ്രകൃതി ഉള്ളവർക്ക് ഓൾറെഡി അവരുടെ ശരീരം വാദദോഷത്തിന്റെ കൂടുതലായിരിക്കും, അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർക്കും ഈ കാലാവസ്ഥയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടും ഉണ്ടാകും. എന്നാൽ പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് വരാൻ ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ആയുർവേദ വാദത്തെ കൺട്രോൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, അത് ഞാൻ പറഞ്ഞല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എങ്ങനെയാണെന്നത് നമുക്ക് ഇന്നതെന്ന് പറയാനൊന്നും പറ്റില്ല. ആ ആളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷൻ എന്താണ് അപ്പോഴത്തത്, അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ആദ്യം ഇൻഫ്ലമേഷൻ ആണോ അത് കുറച്ച്, അല്ലാത്തത് വേണോ അത് കൊടുക്കുക. ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത്, ഈ ഋതുവില്, അതായത് വർഷ ഋതു എന്ന് പറയുന്ന ഋതുവില് മഴക്കാലത്ത് അവരുടെ ദഹനം കുറവായിരിക്കും, വാദദോഷത്തിന്റെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. പിന്നെ സ്വസ്ഥാവസ്ഥയിൽ നിർത്താൻ എന്ന് വെച്ചാൽ ഈ ഒരു ക്ലൈമറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഹാം ആകാതിരിക്കാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആയുർവേദ കിഴിയും അതുപോലെയുള്ള ധാര എന്താ വെച്ചാൽ ചെയ്യാം. കണ്ടിട്ട് ഒരു ഫിസിഷ്യൻ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ നമ്മളുടെ ഇവിടെ പ്രാണദർശനിൽ കൂടുതലും ചെയ്യുന്നത് ഈ മാനസികമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റുകൾ ഉൾപ്പെടെയുള്ള തെറാപ്പികളും ട്രീറ്റ്മെന്റുകളും ഒക്കെ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം സക്സസ്സും ആണ് അതിൽ. ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ മാനസികമായിട്ട് ഈ തെറാപ്പികളും ഉണ്ട്, ഇപ്പം ശാരീരികമായിട്ട് ചെയ്യുന്ന ആയുർവേദമുണ്ട്. അപ്പം ആയുർവേദത്തിൽ ഡോക്ടർ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് മാനസികമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറയാമോ? നമുക്ക് കൂടുതലും ഞാൻ പറഞ്ഞത് ഈ മാനസിക രോഗികൾക്ക് പ്രധാനമായിട്ട് സ്ട്രെസ് നല്ലതായിട്ട് കൂടുതലുണ്ടാകും. അവർക്ക് ഉറക്കക്കുറവായിരിക്കും പ്രധാനമായിട്ടും. മൈൻഡ് ഒന്ന് കാമാക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പകുതി കുറയും. മൈൻഡ് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും അവിടെ മൂർത്തി ചികിത്സ, തലയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. മൂർത്തി ചികിത്സയാണ് അതിനകത്ത് ഏറ്റവും സക്സസ്. കാരണം ബ്രെയിനിനെയും നേരിട്ട് എഫക്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. ബ്രെയിനിന്റെ ഇൻസ്റ്റബിലിറ്റി ആണല്ലോ ഇതിനകത്ത് വരുന്നത് കൂടുതലും. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ അതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ നെർവസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി മസാജും കാര്യങ്ങളും ചെയ്യും. പിന്നെ ശോധന ചികിത്സ, പഞ്ചകർമ്മ ചികിത്സയുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യും. അപ്പൊ അതില് ഈ ഒരു ദിവസം ഒരു പേഷ്യൻസിന് എത്ര ട്രീറ്റ്മെന്റ് വരെ ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റും? പ്രധാനമായിട്ടും ഒരു മെയിൻ ബോഡി ട്രീറ്റ്മെന്റും വലിയ ശരീരം ഫുള്ളായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഒരു ലോക്കൽ എന്തെങ്കിലും വെച്ചാൽ ലേബോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണമെന്നാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പേഷ്യന്റിന് ആരോഗ്യമുണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. ആരോഗ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളും കൂടെ, ചെറിയ ചെറിയ ട്രീറ്റ്മെന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ. ധാരയും രാവിലെ ഒരു മസാജ് ചെയ്തിട്ട് വൈകിട്ട് ഒരു ധാര അല്ലെങ്കിൽ തലകുതിച്ചിലോ അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മെയിൻ ബോഡി ട്രീറ്റ്മെന്റ് ഒന്നും, പിന്നെ അല്ലാതെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ട്രീറ്റ്മെന്റും കൂടെ ചെയ്യാം. പിന്നെ പേഷ്യന്റിന്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ഒരാൾക്ക് ചെയ്തതിന് ഇത് പ്ലസ് മറ്റേ ആൾ അതുപോലെയല്ല. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ കോൺസ്റ്റന്റ് വ്യത്യാസമായിരിക്കും. ഇന്നാളിന് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അതേപോലെ തന്നെ അതേ രോഗമുള്ള ഒരാൾക്ക് അതേപോലെ ആയിരിക്കത്തില്ല ഭരിക്കുന്നത്. കാരണം അവരുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും.
ഈ നമുക്ക് ബോൺ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒടിവ്, ചതവ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആയുർവേദത്തില് ധാരാളം ട്രീറ്റ്മെന്റ് ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന മസിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, പലരും ജിമ്മിൽ പോയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനുമായിട്ട് ബന്ധപ്പെട്ട നടുവ് അല്ലെങ്കിൽ മസിൽസിന്റെ ഡിസ്ലൊക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യത്തിന് ആയുർവേദത്തിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ഈ മസിൽ സ്റ്റിഫ് ആകുന്നു എന്ന് പറഞ്ഞില്ലേ, കൂടുതൽ ഓവർ ജിമ്മായിട്ടുള്ള ആൾക്കാർക്ക് മസിൽ സ്റ്റിഫ് ആകുമ്പം അവരുടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരാളാണ്, മസിൽ ഇങ്ങനെ കൂടുതൽ ഇപ്പം അവർക്ക് പെട്ടെന്ന് ആരോഗ്യം കിട്ടാനോ വണ്ണം കുറയാനോ എന്തുദ്ദേശിച്ചിട്ടായിരുന്നു ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇത് ചെയ്യുമ്പോൾ അധികമായാൽ അമൃതും വിഷവും എന്ന് പറയുന്ന പോലെ ആണ് അവരുടെ അവസ്ഥ. അവരുടെ മസിൽസ് ഒക്കെ വളരെ സ്റ്റിഫായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മുട്ടൊക്കെ ഉണ്ടല്ലോ, ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് മുട്ടിനൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ തേയ്മാനങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം മസിൽ സ്റ്റിഫായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റിഫ്നെസ് കുറയുന്ന രീതികളും ഈ കാലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു 10-35 വയസ്സാകുമ്പോൾ തന്നെ ഓവർ ജിമ്മിൽ തേയ്മാനം വന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ധാരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ല, ഇപ്പൊ ഈ ഒടിവ് വന്നു കഴിഞ്ഞാൽ, കൈയൊടിവ് വന്നു കഴിഞ്ഞാൽ ഇപ്പം പ്രൈമറി അത് ബോൺ ഒടിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ പൊസിഷൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ധാരയോ കെട്ടലോ അങ്ങനെ എന്തെങ്കിലും ബാൻഡേജ് ഒക്കെ ഉണ്ട്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ റെസ്റ്റിംഗ് കറക്റ്റ് ആകുമ്പോൾ അത് കറക്റ്റ് ആവും. ഈ ബാൻഡേജ് ഇടണമെന്നോ അല്ലെങ്കിൽ അല്ല, അത് കറക്റ്റ് പ്ലാസ്റ്റർ ചെയ്യുന്ന വെച്ചാൽ അതുപോലെ ഇതിന്റെ പ്രധാനം അങ്ങനെയല്ല, കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് പിന്നെ അതിന്റെ റെസ്റ്റ് ആണ് അതിനകത്ത് വേണ്ടത്. അതാണ് പറഞ്ഞത്, കറക്റ്റ് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് വേണം. റെസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ജോയിൻ ആവത്തില്ല. അതിനാണ് ബാൻഡേജ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അലോപ്പതിയിലുള്ള ചികിത്സ പോലെ സെയിം തന്നെ, അത് കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആക്കി റെസ്റ്റ് ചെയ്യുക. എല്ലാത്തിനും മെത്തേഡ് ഒന്ന് തന്നെയാണ്. സ്പോർട്സ് ഇഞ്ചുറി അങ്ങനെയൊക്കെയുള്ള ചില കായികമായിട്ട് പോകുമ്പോഴുള്ള ഇഞ്ചുറികളൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതില് എങ്ങനെയൊക്കെയാണ് അതിനകത്ത് കൂടുതൽ ഇതുപോലെ തന്നെ മർമ്മ ഇഞ്ചുറികളായിരിക്കും ഉണ്ടാകുന്നത്. ചിലപ്പം ലിഗമെന്റ് ടിയർ, അങ്ങനെ ലിഗമെന്റ് ഇഞ്ചുറി അങ്ങനെയൊക്കെ. ഇപ്പൊ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് ലേപങ്ങളോ അല്ലെങ്കിൽ കിഴികളോ എങ്ങനെയാണെന്ന് പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ബാൻഡേജുകൾ ചെയ്യും. അവിടെ കറക്റ്റാക്കാനായിട്ടുള്ള ബാൻഡേജ് അങ്ങനെയുള്ളത് ചെയ്യും. പിന്നെ ധാരയോ പീച്ചോ എന്തെങ്കിലും മീൻസ് തൈലധാര എന്തെങ്കിലും അവിടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യും. ഡോക്ടറുടെ അനുഭവത്തില് ഈ മാറാതിരിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളുണ്ടോ ആയുർവേദം ചെയ്തതുകൊണ്ട്? മാറാതിരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആമവാദം ഒരു ഉദാഹരണമാണ്. ആയുർവേദത്തിൽ ആമവാദത്തിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവർ ശരത്തുനിന്ന് അത് പൂർണ്ണമായിട്ടും അതിന്റെ ആ ഒരു പഥ്യങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരും. റെക്കറൻസിന് സാധ്യതയുണ്ട്. അത് നമ്മൾ വരുന്നവരോട് തന്നെ പറയും, നിങ്ങൾക്ക് ഇത്ര മാസം കഴിഞ്ഞ് കഴിഞ്ഞത് ഉണ്ടാവും. കാരണം എല്ലാവരും ഒരിക്കത്തില്ല ഇത്രയും ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എങ്ങനെയാ പറഞ്ഞത് പറഞ്ഞത് മാറുന്നില്ല എന്നല്ല അതിനകത്ത് അർത്ഥം. ഒരു റിക്കറൻസിന് ചാൻസ് ഉണ്ട്. ഈ ആയുർവേദത്തിന് എപ്പോഴും ആയുർവേദം ചെയ്യുമ്പോൾ മെഡിസിന് കഴിക്കുമ്പോഴും ഒരുപാട് പഥ്യം ആവശ്യമായിട്ട് വരും. അപ്പൊ ഈ പഥ്യം നിൽക്കുക അതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറ്റുമോ? അത് കൂടുതൽ പഥ്യത്തിന്റെ ആവശ്യമുള്ള രീതിയിലാണോ ഡോക്ടർ മരുന്ന് എഴുതാറുള്ളത്? അങ്ങനെയല്ല, പഥ്യം വേണ്ടതിന് പറയാതെ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയാം, ഒരു ശോധനകർമ്മം ചെയ്യുന്നതിന് കറക്റ്റ് സ്നേഹപാനം ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ നെയ്യൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പഥ്യം കറക്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ദഹനത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അർത്ഥം ഇല്ലാണ്ടാവും. പിന്നെ കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്കിൻ ഡിസീസിന് ഞാൻ നന്നായിട്ട് പഥ്യം പറയും, കഷായം കൊടുത്താൽ തന്നെ. അത് ഇപ്പം കഷായം കഴിച്ചില്ലേലും നമ്മൾ കൂടുതൽ എരിവ് പുളി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പിത്തദോഷം കൂടുതലായിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു ഇത് പറയാണ്, പിത്തദോഷം കൂടുതലായിട്ടുള്ള ഒരു ഇതിന് അല്ലേ തന്നെ ഇപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ഈ മരുന്ന് കൊണ്ടൊന്നും അല്ല, അല്ലാണ്ട് തന്നെ നിങ്ങൾ ഈ പഥ്യം നോക്കിയില്ല നിങ്ങൾക്ക് അസുഖം ഉണ്ടാകും. ആ കഷായം കൊടുക്കുമ്പോൾ അതും കറക്റ്റായിട്ട് നോക്കണ്ടേ? അങ്ങനെയാണ്. ഇപ്പം അല്ലാതിപ്പോ നമ്മൾ കഷായം കൊടുക്കുകയാണെങ്കിലും പഥ്യമുണ്ട്. ഞാൻ ചെറിയ മീനൊക്കെ കഴിച്ചാൽ കുറെയൊക്കെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ചെയ്യേണ്ട എമർജൻസി ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയും. അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ ശരിക്കും അക്കോമഡേറ്റ് ചെയ്യുന്നതും വീട്ടിൽ പോയി ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുന്നതും തമ്മിൽ ഏതാണ് കൂടുതൽ? അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇവർ പറയും എല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോയി അവരോട് റെസ്റ്റ് നമ്മൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇപ്പം ഭക്ഷണത്തിലാണെങ്കിലും ചില ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട റെസ്റ്റും ഉണ്ട്. അവരൊന്നും ചെയ്തൊന്നുമില്ല. ഇന്ന് കുറഞ്ഞിട്ട് നാളെ വന്നിട്ട് ഇച്ചിരി കൂടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവരെന്തോ പത്തിക്കാട് കാണിച്ചിട്ടുണ്ടെന്ന്. കുറേ നമ്മൾ ചോദിക്കുമ്പോഴേ അവർ പറയും. കാരണം ഇവരെ കാണുമ്പോൾ നമുക്കറിയാം, അവർ പറഞ്ഞില്ലെങ്കിൽ എന്ത് രീതിയിലാണ് തെറ്റിച്ചതെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. അത് പക്ഷേ നമ്മൾ IP ആവുന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇവരൊന്നും ചെയ്യുന്നില്ല, നമുക്കറിയാം. അതിന്റെ റിസൾട്ടും വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോ നമ്മളിപ്പോ ഡോക്ടർ പറഞ്ഞത് കൂടുതലും പറഞ്ഞത് ആയുർവേദ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ്, പുറമേയുള്ള ട്രീറ്റ്മെന്റുകൾ.
അപ്പൊ ആയുർവേദത്തിൽ എത്രത്തോളം എഫക്റ്റീവ് ആണ് അകത്ത് കഴിക്കുന്ന മരുന്നുകളും കഷായങ്ങളും? അത് ഞാൻ പറഞ്ഞില്ല, രണ്ടും കൂടെ കോമ്പിനേഷൻ ആയിട്ട് ചെയ്യുമ്പോൾ എഫക്റ്റ് കുറച്ചുകൂടി കൂടുതലാണ്. ഇപ്പൊ പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഈ ഇന്റേണൽ മെഡിസിൻ കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല പൊതുവെ. എന്നുവെച്ചാൽ നല്ല അറിവുള്ളവരാണെങ്കിൽ അവരത് അംഗീകരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നാമത് ആയുർവേദ കഷായങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ടേസ്റ്റ്. പക്ഷെ അതിനിപ്പോൾ ടാബ്ലറ്റുകൾ വന്നിട്ടുണ്ട്. ഞാനൊക്കെ കൂടുതലും ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. രണ്ടും കൂടി കോമ്പിനേഷൻ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവാണ്. ഞാൻ കൊടുക്കാറുണ്ട്, രണ്ടും കൊടുക്കാറുണ്ട്. അത്യാവശ്യമാണെങ്കിൽ കൊടുക്കാതെ ഇരിക്കില്ല. കാരണം അത് നമുക്ക് തോന്നും ചിലതിന് ട്രീറ്റ്മെന്റ് മാത്രം ചെയ്താൽ പറ്റില്ല, ഉള്ളിലൂടെ കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നമ്മളൊന്ന് പറയും. പിന്നെ അവരുടെ ചോയ്സാണ്, നമ്മൾ പറഞ്ഞു മനസ്സിലാക്കും. ഓക്കെ, ഇത്രയും സമയം നമ്മളോടൊപ്പം സംസാരിച്ചത് നമ്മളുടെ പ്രാണദർശൻ സെന്ററിലെ ഡോക്ടർ ഗായത്രി രാജീവാണ്. അപ്പോൾ നമ്മൾക്ക് വിലയേറിയ സമയം നമ്മുടെ കൂടെ ചെലവഴിക്കുകയൊക്കെ ചെയ്തതിന് താങ്ക് യു. നമസ്കാരം.